ഫ്രഞ്ച് ദേശീയ ടീമിൽ നിലവിലെ ഏറ്റവും മികച്ച താരം മൈക്കിൾ ഒലിസയാണ്. തിയറി ഹെൻറി അർത്ഥശങ്കകൾക്കിടയില്ലാതെയാണ് ഇക്കാര്യം പറഞ്ഞു വെക്കുന്നത്. ഗോൾ മെഷീൻ കിലിയൻ എംബാപ്പെ സാക്ഷാൽ ലയണൽ മെസ്സിക്കൊപ്പം മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകകപ്പ്. 6 ഗോളുകളും 2 അസിസ്റ്റും ഇതിനോടകം അയാൾ തന്റെ പേരിൽ കുറിച്ചു കഴിഞ്ഞു. ലോകകപ്പ് നോക്കൌട്ട് സ്റ്റേജിൽ എംബാപ്പയേക്കാൾ ഗോളുകൾ കുറിച്ചൊരു താരം ഫുട്ബോൾ ഹിസ്റ്ററിയിൽ ഇല്ല. നിലവിൽ 27 വയസ്സുള്ള എംബാപ്പെ വിശ്വവേദികളുടെ റെക്കോർഡുകൾ പലതും അനധിവിദൂര ഭാവിയിൽ തന്നെ മറികടക്കും എന്ന് ഉറപ്പാണ്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളായിരിക്കെ തന്നെ തിയറി ഹെൻറി പറയുന്നു, മൈക്കിൾ ഒലിസയാണ് ഈ ലോകകപ്പിൽ ഫ്രാൻസിന്റെ മികച്ച താരം. ഈസ്റ്റ് റുദർഫോർഡിന്റെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഇന്നലെ ഫ്രാൻസ് എതിരില്ലാത്ത 3 ഗോളിന് സ്വീഡനെ തകർത്തെറിയുമ്പോൾ എംബാപ്പയുടെ ബൂട്ടിൽ നിന്ന് പിറന്നത് 2 ഗോളുകളാണ്. അവശേഷിക്കുന്ന ഒരു ഗോൾ എത്തിയത് ബ്രാഡ്ലി ബാർക്കോളയുടെ ബൂട്ടിൽ നിന്ന്. ഇന്നലെ ഡെസിരി ഡുവയ്ക്ക് പകരമാണ് ബാർക്കോള ഫസ്റ്റ് 11-ൽ ഇടം പിടിച്ചത് എന്നോർക്കണം. ഫ്രാൻസിന്റെ ബെഞ്ച് സ്ട്രെങ്ത് എന്താണെന്നറിയാൻ ദശാംസിന്റെ സ്ക്വാഡിലൂടെ വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. ന്യൂജേഴ്സിയിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ എംബാപ്പയോളം തന്നെ ഒലിസയും ഫുട്ബോൾ സർക്കിളുകളിലെ ചർച്ചകളിൽ നിറഞ്ഞു. 2 അസിസ്റ്റുകളാണ് ഇന്നലെ ഒലിസെ തന്റെ പേരിൽ എഴുതി ചേർത്തത്. ബാർക്കോളയുടെയും എംബാപ്പയുടെയും ഗോളുകൾക്ക് വഴികൊരുക്കിയത് അയാളാണ്. നിലവിൽ 5 അസിസ്റ്റുകളുമായി ലോകകപ്പിലെ അസിസ്റ്റ് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത്. ലോകകപ്പിൽ 5 അസിസ്റ്റുകൾ കുറിക്കുന്ന ആദ്യ ഫ്രഞ്ച് താരമാണ് ഒലിസെ. 1994 ശേഷം വിശ്വവേദിയിൽ 5 അസിസ്റ്റുകൾ കുറിക്കുന്ന ആദ്യ താരവും. ഇന്നലെ കളിയുടെ 35-ാം മിനിറ്റ്, ആ മത്സരത്തിലെ ഏറ്റവും മനോഹരമായ മൊമെന്റുകളിൽ ഒന്ന്. ബോക്സിനകത്തു നിന്ന് ഒലിസയുടെ ഒരു ആക്രോബാറ്റിക് ഗോൾ ശ്രമം. പറന്നുയർന്ന ഗോളിയെയും കടന്ന് ആ പന്ത് സഞ്ചരിച്ചു, പിന്നെ പോസ്റ്റിലിടിച്ച് മടങ്ങുന്നു. വലയിലായിരുന്നെങ്കിൽ ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഗോളുകളുടെ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് കാണാമായിരുന്നു നിങ്ങൾക്കത്. സ്ലാഡൻ ഇബ്രാഹിമോവിച്ചിന്റെ കമന്റ് ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ ദിവസം ജപ്പാനെതിരെ വിനീഷ്യസ് ജൂനിയറിന്റെ ഒരു ശ്രമം സുസുക്കി ഒരു മുഴുനീള ഡൈവിൽ രക്ഷപ്പെടുത്തുമ്പോൾ ഹ്യൂസൻ ഗാലറിയിൽ ഇരുന്ന ബ്രസീൽ ആരാധകർ തലയിൽ കൈവച്ചതാണ്. ഈ ടൂർണമെന്റിൽ ദിദിയർ ദശാംസ് എടുത്ത ഏറ്റവും മികച്ച ടാക്ടിക്കൽ ഡിസിഷൻ ഏതാണ്? ഗ്രൂപ്പ് റൗണ്ടിൽ സെനഗലിനെതിരായ 2-ാം പകുതിയിലായിരുന്നു അത്. ഒലിസയെ റൈറ്റിൽ നിന്ന് സെന്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഡംബലയെ റൈറ്റിലേക്കും. അതിനുശേഷം ഫ്രഞ്ച് മിഡ്ഫീൽഡിൽ ഒലിസെ എന്ന 24-കാരന്റെ നിറഞ്ഞാട്ടങ്ങളാണ് ആരാധകർ കണ്ടത്. ദ ബെസ്റ്റ് നമ്പർ 10 സോഫാർ. എംബാപ്പെ ഒലിസെ ഒരു ഡെഡ്ലി കോംബോയായി ഈ മൈതാനങ്ങളിൽ പടർന്നു. എംബാപ്പെ കുറിച്ച മിക്ക ഗോളുകൾക്കും പിറകിൽ ചരട് വലിച്ചത് ഒലിസയാണ്. അതുകൊണ്ടാണ് തിയറി ഹെൻറി ഉറപ്പിച്ചു പറയുന്നത്, എംബാപ്പയല്ല ഒലിസയാണ് ഈ ലോകകപ്പിൽ ഫ്രാൻസിന്റെ മികച്ച താരമെന്ന്. ഈ കോംബോയെ ബർണബ്യൂവിലും കാണാൻ ഇപ്പോൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ടാകും റയൽ മാഡ്രിഡ് ആരാധകർ. ഫ്രാൻസിന്റെ യൂത്ത് സിസ്റ്റത്തിൽ ഒലിസയെ കളിപഠിപ്പിച്ച പരിചയമുണ്ട് ഹെൻറിക്ക്. അക്കാലത്ത് തന്നെ ഇവൻ മറ്റേതോ പ്ലാനറ്റിൽ നിന്ന് ഇറങ്ങി വന്നതാണെന്ന് താൻ പറയാറുണ്ടായിരുന്നു എന്ന് ഓർത്തെടുക്കുന്നുണ്ട് ഹെൻറി. എംബാപ്പെ തന്നെയാണ് MVP, ദർ ഈസ് നോ ഡൗട്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ടീമിലെ ഏറ്റവും മികച്ച താരം ഒലിസയാണ്. നിങ്ങൾ അത്രയും സാങ്കേതിക മികവുള്ള ഒരു കളിക്കാരനാകുമ്പോൾ ചിലപ്പോൾ ഡിഫൻസീവ് ഡ്യൂട്ടികൾ മറന്നുപോകും. അതാണ് അവനിൽ ഞാനാകെ കണ്ടൊരു പോരായ്മ. അതിനപ്പുറത്തേക്ക് അവൻ ഒരു അത്ഭുത പ്രതിഭയാണെന്ന് പറയേണ്ടി വരും. മറ്റുള്ളവർ കാണാത്ത വഴികൾ പലതും അവൻ ഈ മൈതാനത്ത് കണ്ടെത്തുന്നു. ഗെയിം റീഡിങ്ങിൽ സഹതാരങ്ങളെക്കാൾ എത്രയോ മികച്ചു നിൽക്കുന്നു. പന്തിന്റെ സഞ്ചാരഗതി, സഹതാരങ്ങളുടെ റൺ പിക്ക് ചെയ്യുന്നതിലെ കൃത്യത, ഡിഫൻസീവ് ലൈനെ പൊളിക്കുന്നതടക്കം ഫ്രഞ്ച് മുന്നേറ്റ നിരയിലെ അവിഭാജ്യ ഘടകം. സഹതാരങ്ങൾ തന്റെ ചിന്തക്കൊപ്പം സഞ്ചരിക്കാതാകുമ്പോൾ അവൻ നിരാശനായി നിൽക്കുന്നത് ഞാൻ പലവരും കണ്ടിട്ടുണ്ട്. സോ ഫോർ മീ ഒലിസയാണ് ഈ കൂട്ടത്തിലെ കൊമ്പൻ, ഹെൻറി പറഞ്ഞു വെച്ചു. നോക്കൂ, റയാൻ ചെർക്കിയെ പോലെ സമകാലിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളെ ദിദിയർ ദശാംസ് ബെഞ്ചിലിരുത്തിയിരിക്കുകയാണ്. ആർക്കെങ്കിലും പരാതികളുണ്ടോ? ഒരു പരാതിയുമില്ല. ഇതിങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് ആരാധകർ ഒരേ സ്വരത്തിൽ പറയും. സ്വീഡനെതിരെ ഇന്നലെ ആദ്യ പകുതിയിൽ മാത്രം 49 ടച്ചുകളാണ് ഒലിസെ പന്തിൽ നടത്തിയത്. മറ്റൊരു ഫ്രഞ്ച് താരവും ആ സമയത്തിനുള്ളിൽ അത്രയും ടച്ചുകൾ നടത്തിയിട്ടില്ല എന്നോർക്കണം. സ്വീഡന്റെ ഡിഫൻസീവ് ലൈനിലെ ചെറിയ വിടവുകളെ പോലും കണ്ടെത്തി അയാൾ ഗോളിലേക്ക് വഴികൾ തുറന്നു. ഡീപ്പിലേക്ക് ഇറങ്ങി വന്ന് പന്ത് വാങ്ങിച്ചു. റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും സ്വതന്ത്രമായി സഞ്ചരിച്ചു. മൈതാനത്ത് അയാളെക്കാൾ കോൺഫിഡൻസിൽ കളിക്കുന്ന മറ്റൊരു കളിക്കാരൻ ഇല്ലെന്ന് ചിലപ്പോഴൊക്കെ ആരാധകർക്ക് തോന്നിപ്പോകും. എംബാപ്പയുടെ വേഗവും ഫിനിഷിങ്ങും, ഒലിസയുടെ ഗെയിം റീഡിംഗ്, ഇത് രണ്ടും ഒന്നിക്കുമ്പോൾ ഫ്രാൻസ് ഇരട്ടി ഊർജ്ജം പ്രാപിക്കുന്നു. കഴിഞ്ഞ യൂറോയിൽ ഫ്രാൻസ് മിസ് ചെയ്തത് ഒലിസയെ പോലെ ഒരു താരത്തെയാണ്. അന്നും എംബാപ്പയും ഡംബനിയുമൊക്കെ ഈ ടീമിൽ ഉണ്ടായിരുന്നു. കോലോമുവാനിയും ഗ്രീസ്മാനും ബാർക്കോളയും ഒക്കെയുള്ളൊരു സംഘം. ആ ടൂർണമെന്റിൽ ആകെ അവർ നേടിയത് ഒരൊറ്റ ഓപ്പൺ ഗോളാണ്. ലോക ഫുട്ബോളിലെ സൂപ്പർ താരങ്ങൾ പലരെയും കുത്തുനിറച്ച ആ സ്ക്വാഡ് ബോറിംഗ് ഫുട്ബോൾ കളിക്കുന്നുവെന്നായിരുന്നു ദിദിയർ ദശാംസിനെതിരെ ഉയർന്ന ആരോപണം. ഫ്രാൻസിന്റെ കളി നിങ്ങൾ കാണണമെന്ന് തനിക്കൊരു നിർബന്ധവുമില്ലെന്നായിരുന്നു ദശാംസിന്റെ അന്നത്തെ മറുപടി. ഇക്കുറി അങ്ങനെയല്ല കാര്യങ്ങൾ. ടൂർണമെന്റിൽ ഏറ്റവും മനോഹരമായി പന്ത് തട്ടുന്ന ടീമുകളിൽ ഒന്നാണ് ഫ്രാൻസ്. അതിന്റെ ഒത്ത നടുക്ക് ഒരു 24-കാരൻ, ദ മാസ്റ്റർ മൈക്കിൾ ഒലിസെ.
1950-കളിൽ ഫ്രഞ്ച് ഫുട്ബോളിലെ ജസ്പോണ്ടെയിൻ റൈമൺ കോപ്പാഡുവയെ അനുസ്മരിപ്പിക്കുന്നു എംബാപ്പെ ഒലിസെ ജോഡി എന്നാണ് ഫുട്ബോൾ പണ്ഡിറ്റുകളിൽ പലരും അഭിപ്രായപ്പെടുന്നത്. ലോകകപ്പിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഒലിസയെ തേടി മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം എത്തുന്നു. അതും എംബാപ്പെ ഇരട്ടകൾ കുറിച്ച മത്സരത്തിൽ. ലോകകപ്പിന് മുമ്പ് ഫ്രഞ്ച് ദേശീയ കുപ്പായത്തിൽ വെറും 20-ൽ താഴെ മാത്രം മത്സരങ്ങളിൽ കളിച്ച പരിചയമാണ് ഒലിസയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ടും അനുഭവ സമ്പത്തേറെയുള്ളൊരു കളിക്കാരനെ പോലെയാണ് അയാൾ വിശ്വവേദിയിൽ കളന്നിറങ്ങുന്നത്. പോയ സീസണിൽ ബയൺ മ്യൂണിക്കിന്റെ മുന്നേറ്റങ്ങളെ നയിച്ചത് ഹാരി കെയ്ൻ, ലൂയിസ് ഡിയാസ്, ഒലിസെ ട്രയോയാണ്. അവിടെ നിർത്തിയെടുത്തു നിന്നാണ് ഒലിസെ തുടങ്ങിയത്. പോയ സീസണിൽ ബുണ്ടസ് ലീഗ പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം ഒലിസേക്കായിരുന്നു. 17 ഗോളുകളും 18 അസിസ്റ്റുകളുമാണ് ബയണിന്റെ കുപ്പായത്തിൽ ഒലിസെ കുറിച്ചത്. റയൽ മാഡ്രിഡിനെതിരെ അടക്കം പല വമ്പന്മാരെയും തരിപ്പണമാക്കിയ ഒരു ക്യാമ്പയിൻ. യു ഹാവ് ടു ഗിവ് ഹിം ഓപ്ഷൻസ് ബിക്കോസ് ഹി വാണ്ട് ടു ഫൈൻഡ് യു. എംബാപ്പെ ഒലിസയെക്കുറിച്ച് അടുത്തിടെ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: ഐ ന്യൂ ഹി വുഡ് ബി ലുക്കിംഗ് ഫോർ മീ എവറി ടൈം ഐ മെയ്ഡ് എ റൺ. ഈ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആ ഡുവോയെ ലോകകപ്പിലെ ഏറ്റവും അപകടകാരികളാക്കുന്നത്. എക്സ്പ്ലോസീവ് പേസുമായി എതിരാളികളുടെ ഡിഫൻസീവ് ലൈനെ പൊളിക്കുന്ന എംബാപ്പെ, ഒലിസയുടെ ഇഞ്ച് പെർഫെക്റ്റ് ത്രൂ ബോളുകൾ, ഫ്രഞ്ച് മുന്നേറ്റങ്ങൾ എതിരാളികളുടെ കോട്ടകളിലേക്ക് തേനീച്ചക്കൂട്ടങ്ങളെ പോലെ ഇരമ്പി എത്തിക്കൊണ്ടേയിരിക്കുന്നു. ലോകകപ്പ് ചരിത്രത്തിൽ തുടർച്ചയായ 5 മത്സരങ്ങളിൽ 3 അതിലധികമോ ഗോളുകൾ കുറിക്കുന്ന ഏക ടീം ഫ്രാൻസ് ആണ്. സെനഗലും നോർവേയും ഒക്കെയുള്ള ഗ്രൂപ്പിൽ നിന്നാണ് അവർ നോക്കൌട്ടിലേക്ക് മാർച്ച് ചെയ്യുന്നത് എന്നോർക്കണം. നിലവിലെ ഫോം തുടർന്നാൽ ഫ്രാൻസിനെ പിടിച്ചുകെട്ടൽ എതിരാളികൾക്ക് അത്ര എളുപ്പമാകില്ല. ദശാംസ് ഹാപ്പിയാണ്. ബോറിംഗ് ഫുട്ബോളിനെ കുറിച്ച് ചോദ്യങ്ങളുമായി ഇനിയും ഈ വഴി വരില്ലേ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്.